ഹലോ അസ്സലാമു അലൈക്കും. റാബീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റേഷൻ അരി വെച്ചിട്ട് കുക്കറിൽ നല്ല തേങ്ങാച്ചോറ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് റേഷൻ മട്ട അരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് കഴുകി നല്ലതുപോലെ വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ്. എന്നിട്ട് ഇതിലേക്ക് 1 കപ്പ് ചെറിയ ഉള്ളി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഇതിലേക്ക് ഒരു തേങ്ങ ചിരകിയത് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൈ കൊണ്ട് തന്നെ എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇപ്പോൾ അരിയും തേങ്ങയും ഉള്ളിയൊക്കെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് ഇത് ഞാനൊരു കുക്കറിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും 1 ടീസ്പൂൺ നാരങ്ങാനീരും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പരസ്പരം ചോറുകൾ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നാരങ്ങാനീര് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി തിളച്ച വെള്ളം 4 കപ്പാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പച്ചവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് അളവ് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. 2 കപ്പിന് 3 കപ്പ് അളവിൽ ചേർത്ത് കൊടുക്കണം. ഇനി ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില കയ്യിലുണ്ടെങ്കിൽ അതുകൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ 1 വിസിൽ വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതിലേക്ക് ഞാൻ തിളച്ച വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ടാണ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുന്നത്. പച്ചവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ഫുൾ ഫ്ലെയിമിൽ വെച്ച് തന്നെ 1 വിസിൽ കേൾപ്പിച്ചെടുക്കാവുന്നതാണ്. ഇത് വേവ് കുറവുള്ള അരിയായതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ടാണ് വെന്ത് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾ എടുക്കുന്ന സമയത്ത് വെന്തിട്ടില്ല എങ്കിൽ ഈ ചോറിൻ്റെ മധ്യഭാഗത്ത് നിന്ന് അല്പം ഒന്ന് മാറ്റിയിട്ട് വീണ്ടും കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുത്താൽ മതിയാവും. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകുമല്ലോ എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് ഈ ചോറ് കിട്ടിയിട്ടുള്ളതെന്ന്. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഈ തേങ്ങാച്ചോറ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ആ ലൈക്ക് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. ഞാൻ ഇന്നിത് സെർവ് ചെയ്യുന്നത് ചേന മസാലക്കറിയോടൊപ്പമാണ്. ബീഫ് കറിയും ചേന മസാലക്കറിയും ഈ ചോറിന് നല്ലൊരു കോമ്പിനേഷനാണ്. ചേന മസാലക്കറിയുടെ റെസിപ്പി ഇൻഷാല്ലാ ഉടൻ തന്നെ ഞാൻ പോസ്റ്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. അപ്പോൾ ഇൻഷാല്ലാ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.